ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ നമ്മുടെ വെണ്ട കൃഷി അറ്റാക്ക് ചെയ്യുന്ന ഒന്നാണ് ഇലച്ചുരുട്ടിപ്പുഴു. ഈ ഇലച്ചുരുട്ടിപ്പുഴു മഴക്കാലത്ത് വെണ്ടയ്ക്ക കൃഷിയെ നന്നായിട്ട് നശിപ്പിക്കും കേട്ടോ. എന്നാലോ ഈ വെണ്ട കൃഷിയിലുള്ള ഇലച്ചുരുട്ടിപ്പുഴുവിനെ അനായാസം നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇലച്ചുരുട്ടിപ്പുഴുവിനെ നമ്മുടെ വെണ്ട കൃഷിയിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കാമെന്ന് വളരെ ചെറിയ മെത്തേഡിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുന്നേ ഒന്ന് പറയട്ടെ, എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വെണ്ട കൃഷി, കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വെണ്ട കൃഷിയിൽ നിങ്ങൾ കാണുന്നുണ്ടാവില്ല, ഈ കാണുന്ന പുഴുക്കളാണ് കേട്ടോ ഈ വെണ്ട കൃഷി നശിപ്പിക്കുന്നത്. അതിൻ്റെ ഇലകളിലൊക്കെ കുറേ ദൂരം ഇട്ടിരുന്ന കാണുന്നുണ്ടാവില്ലേ. അപ്പോൾ നിറയെ ദൂരം ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഇലകൾ അവസാനം ഇതങ്ങനെ നശിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ അല്ലെങ്കിൽ ചില പുഴുക്കൾ ഇതങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഇല പിഴുതെടുത്തിട്ട് അങ്ങനെ നശിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ്ട് നമ്മൾ വെണ്ട കൃഷി ചിലതൊക്കെ ചെറിയ ഇതായിട്ട് വന്നിട്ടുണ്ട്, അതിലൊക്കെ ഉണ്ട് അല്ല പകുതിയൊക്കെ കീറി കളഞ്ഞിട്ട്, അതൊക്കെ ഈ പുഴുക്കളുടെ പണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെണ്ട കൃഷി ഇതാണ്ടോ, ചിലതൊക്കെ പൂവിടാറായിരുന്നു, ചിലത് ചെറിയ തൈകളാണ് കേട്ടോ. അപ്പോൾ ആ സമയത്താണ് ഈ പുഴുക്കൾ നശിപ്പിക്കുന്നുണ്ട് ഇലകൾ. അപ്പോൾ ഇലകൾ നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ തെയ്യ് അങ്ങനെ കുറേ കാലം നിൽക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ വെണ്ട കണ്ടില്ലേ, ഏകദേശം പൂവിടുന്ന പ്രായമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രായത്തിലാണ് പുഴുക്കൾ വന്ന് നശിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കാം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പുഴുവിനെ കാണുകയാണെങ്കിൽ ആ ഇലയോട് കൂടിയിട്ട് ആ പുഴു ഉണ്ടാവുന്ന ഇലയില്ലേ, അത് അങ്ങനെ പിഴുതെടുത്തിട്ട് ഒന്നെങ്കിൽ നമ്മൾ അപ്പം തന്നെ നശിപ്പിച്ച് കളയുക, അല്ലെങ്കിൽ കുറച്ച് തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് അങ്ങനെ നശിപ്പിക്കുക കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യാനെന്താ വെച്ചാൽ, നമ്മൾ അടുപ്പിൽ വിറക് കത്തിക്കുണ്ടാവുന്ന ചാരുണ്ടാവുമല്ലോ, നല്ല ചൂടാറി കഴിഞ്ഞിട്ടുള്ള ചാരം എടുത്തിട്ട് ഒരു പിടി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ വെതറി കൊടുത്താൽ മതി കേട്ടോ. ആ പുഴുക്കളുള്ള ചെടികൾ മൊത്തം വെതറി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് ചാവും കേട്ടോ അവർ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വഴുതനങ്ങ ചെടി നിറയെ കുഞ്ഞുറുമ്പിന് നമ്മൾ ചാരം വെതറി കൊടുക്കട്ടെ ചെയ്തത്. അപ്പോൾ അതങ്ങനെ നശിച്ചു പോയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലും അങ്ങനെ തന്നെ ചെയ്യണത്. ഈ പുഴുവിനെ കണ്ടത് നമ്മളങ്ങനെ നുള്ളി പറിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിളച്ച വെള്ളത്തിൽ കൊണ്ടിട്ട് അല്ലെങ്കിൽ അപ്പാടെ നശിപ്പിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഒരു പിടി ചാരം എടുത്തിട്ട് വെതറി കൊടുത്താലും മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.